പല പല പേരുകളും പുതുതായി കടന്നു വന്നപ്പോൾ നമ്മൾ കേരളീയർ സരിത എസ് നായരുടെ കാര്യം മറന്നുപോയോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ സരിത നായർ ഇതാ വീണ്ടും പഴയ സ്റ്റാർ വാല്യൂവുമായി വരികയാണ്. മുഖ്യമന്ത്രിയുടെ പേരിനൊപ്പം ചേർത്ത് സരിതയ്ക്ക് ഒരു ഹൈ പ്രൊഫൈൽ ഉണ്ടാക്കി കൊടുക്കാൻ കഷ്ടപ്പെടുകയാണ് ബിജു രാധാകൃഷ്ണൻ. എന്തായാലും സരിതായനും വരും ദിനങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകും എന്ന് തീർച്ച. ഇന്നത്തെ അധ്യായം ഇവിടെ തുടങ്ങട്ടെ. എല്ലാവർക്കും സ്വാഗതം. പുതുതായി ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രാഞ്ചിയേട്ടൻ രവിയുടെ അവരോഹണ ചടങ്ങാണ് കോക്ടെയിലിൽ ആദ്യം ചടങ്ങ് കാണാം. ശ്രീ പാലോട് രവി നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ശ്രീ പാലോട് രവി, അങ്ങയുടെ സീറ്റിലേക്ക് അങ്ങേക്ക് വരാം. ഡെപ്യൂട്ടി സ്പീക്കറുടെ സീറ്റിലേക്ക് വരാം. ഇത് കേരളമല്ല, ഹൈദരാബാദാണ്. വലിയ ഹോസൊന്നും വേണ്ട, കാണാനാളില്ല. ഡെപ്യൂട്ടി സ്പീക്കറുടെ കസേര പ്രാഞ്ചിയേട്ടന് നന്നേ ബോധിച്ചിട്ടുണ്ട്. രസം അതല്ല, സ്ഥാനത്തേറിയ ശേഷം പുറത്തിറക്കിയ രവി സാറിൻ്റെ പ്രൊഫൈൽ വായിച്ച് അത്ഭുത പരതന്ത്രരായിപ്പോയി മാധ്യമപ്രവർത്തകർ. ഇത്ര വലിയ മനുഷ്യനെ കേവലം ഒരു ഡെപ്യൂട്ടി സ്പീക്കറാക്കി ചുരുക്കിയത് ശരിയായില്ല. അപ്പോൾ ഇയാൾക്കൊരു ജാതകം ഉണ്ടാക്കണം. ഹൈറാർക്കിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത വായിക്കണ ഏത് ഏഭ്യനെ കൊണ്ടും കേമെന്ന് പറയിപ്പിക്കാൻ കഴിയണമെന്ന്. ഒരുപാട് സഹായങ്ങൾ പലർക്കായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്കുള്ളതുണ്ട്, ഇല്ലാത്തത് തന്നെ. ഇതിന്റെ അകത്ത് മുഴുവനും അതിന്റെ രസീതിയും ബില്ലുകളാണ്. സഹായം ചെയ്തതിന് ബില്ലോ. വലിയ കോടീശ്വരനാണെങ്കിലും അതിന്റെ അഹങ്കാരമൊന്നും ഇല്ലാത്ത ആളാ. പിന്നെ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അതിന്റെ എളിമ വേറെയുണ്ട്. രവി സാറിൻ്റെ പ്രൊഫൈൽ ഞാനൊന്ന് വായിക്കാം. ആദ്യം കുട്ടിക്കാലമാണ്. നെടുമങ്ങാട് താലൂക്കിലെ ഗ്രാമീണ കാർഷിക മേഖലയായ പാലോട് പെരിങ്ങമലയിൽ ശ്രീ ഗംഗാധരൻ പിള്ളയുടെയും ശ്രീമതി സരസ്വതി അമ്മയുടെയും മകനായി കർഷക കുടുംബത്തിൽ ജനിച്ച പാലോട് രവി പഠനത്തിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ചെറുപ്പകാലം മുതൽ മികവ് തെളിയിച്ചു. SSLC, പ്രീ ഡിഗ്രി പരീക്ഷകൾ സ്കോളർഷിപ്പോടെ പാസ്സായി. മാർ ഇവാനിയോസ് കോളേജിൽ നിന്നും കെമിസ്ട്രി ഐച്ഛിക വിഷയമായെടുത്ത് BSc പഠനം പൂർത്തിയാക്കി. ചൈൽഡ്ഹുഡ് അങ്ങനെ കുറേ ഇൻഷുറൻസ് കൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് സാർ ഇന്നലെ ഫോണിൽ പറഞ്ഞു സാമുദായിക മൈത്രി. അതെ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവായ രാജാറാം മോഹൻ റായിയുടെ പേരിലുള്ള രാജാറാം മോഹൻ റായി ലൈബ്രറി ഫൗണ്ടേഷൻ്റെ ഭരണസമിതിയിൽ രവി 2 പ്രാവശ്യം കേരളത്തെ പ്രതിനിധീകരിച്ചു. നിയമസഭയുടെ ഔദ്യോഗിക ഭാഷാ കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്ക് ശ്രീ പാലോട് രവി കേരളത്തിലുടനീളം സഞ്ചരിച്ച് അക്കാദമികളുമായും സർവകലാശാലകളുമായും ഭാഷാ വിദഗ്ധരുമായും ചർച്ച നടത്തി മലയാള ഔദ്യോഗിക ഭാഷാ നിയമത്തിൻ്റെ കരട് രൂപം ആദ്യമായി തയ്യാറാക്കി ഗവൺമെൻറ്റിന് സമർപ്പിച്ചു. മലയാള സർവകലാശാലയുടെ രൂപീകരണത്തിലും മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയാക്കുന്നതിലും സാംസ്കാരിക നായകരോടൊപ്പം ശ്രീ രവി മുൻപന്തിയിലുണ്ടായിരുന്നു. തൃശൂർ പൂരം എന്ന ഹൈന്ദവാഘോഷത്തെ തൃശൂർ പട്ടണത്തിന്റെ ഉത്സവമാക്കി മാറ്റി സ്വസമുദായത്തിലെ സമ്പന്നന്മാരുടെ കയ്യിൽ നിന്ന് സ്വരൂപിച്ചും ഫ്രാൻസിസ് ഹൈന്ദവ സഹോദരന്മാർക്ക് പണം നൽകുന്നുണ്ട്. മാർ ഇവാനിയോസ് കോളേജിലെ പഠനകാലത്ത് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ മാർഗദർശനത്തിൽ സെൻറ് ജോൺസ് കുഷ്ഠരോഗാശുപത്രിയിൽ നടത്തിയ സേവന ക്യാമ്പിന് നേതൃത്വം നൽകിയതിലൂടെയാണ് പാലോട് രവിയിൽ സേവന തൽപരത ഉദ്ദീപിപ്പിക്കപ്പെട്ടത്. ക്യാമ്പിൻ്റെ ഭാഗമായുള്ള സാംസ്കാരിക സംഗമങ്ങൾ, നാടകക്കളരികൾ, പ്രസംഗങ്ങൾ, ഡിബേറ്റുകൾ, കാവ്യസന്ധികൾ എന്നിവയിലും പാലോട് രവി സജീവമായിരുന്നു. വേറെന്തു വേണം? 4 പേജുള്ള പ്രൊഫൈലൊക്കെ പുറത്തിറക്കി ഇങ്ങനെ അല്പത്തരം കാട്ടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നോക്കിയയുടെ പരസ്യം സാംസങ് കൊടുക്കുമോ? ഇല്ല, അത് സാംസങ് തന്നെ കൊടുക്കണം. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർക്ക് KPCCയുടെ എല്ലാ അനുമോദനവും. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, റൈറ്റ്. എന്താണെന്നറിയില്ല, എന്നെ പറ്റി എത്ര പൊഴുത്തി പറഞ്ഞു കേട്ടാലും എനിക്ക് മതിയാവില്ല. അതിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇനി വെള്ളാപ്പള്ളി ഫലിതങ്ങൾ. പേരിൽ ഒരു പള്ളി ഉണ്ടായിട്ടും ഒരാനുകൂല്യവും കിട്ടുന്നില്ല എന്ന പരാതിയുമായാണ് വെള്ളാപ്പള്ളി സമത്വ മുന്നേറ്റ യാത്ര തുടങ്ങിയത്. പക്ഷേ യാത്ര തുടങ്ങും മുൻപുണ്ടായിരുന്ന ജലസമാധി ഇപ്പോൾ ജയിൽ സമാധിയിലേക്ക് പരിവർത്തനപ്പെട്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയെ ജയിലിലടച്ച് വർഗീയവാദികളെ പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് സർക്കാരും നമ്മെ ചിരിപ്പിച്ചു കൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതൊരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണോ SNDP യോഗം രൂപീകൃതമായത്, ആ ലക്ഷ്യത്തെ തന്നെ പരാജയപ്പെടുത്താനാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട്
ശ്രീ വെള്ളാപ്പള്ളി ശ്രമിച്ചു വരുന്നത്. നിരന്തരമായി ഗുരുനിന്ദയും ശ്രീനാരായണ ദർശനങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റേത്. പച്ചയായ വർഗീയ വിഷമാണ് അദ്ദേഹം വമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മഹത്തായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ താൻ യോഗ്യനല്ലെന്ന് ഓരോ ദിവസവും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ സമൂഹത്തിൻ്റെയും നിയമത്തിൻ്റെയും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അദ്ദേഹത്തിന് ഈ സ്ഥാനത്തിരിക്കാൻ ഒട്ടും അർഹനല്ല. അതുകൊണ്ട് ഇനി അദ്ദേഹം തുടരുന്നത് ഒരിക്കലും അനുയോജ്യമല്ല. വെള്ളാപ്പള്ളിയെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് സത്യത്തിൽ ചെന്നിത്തലാജിയുടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ MA വരെ പഠിക്കുകയൊന്നും വേണ്ട. അറസ്റ്റ് ചെയ്താൽ ആർക്കും വേണ്ടാത്ത വെള്ളാപ്പള്ളി ഹീറോ ആകും. ചെന്നിത്തലാജിക്കും അതുതന്നെയാണ് വേണ്ടതെന്ന് തോന്നുന്നു. എന്താടോ മിസ്റ്റർ തമ്പുരാനെ, പോക്കിരിത്തരത്തിനൊരു അതിരില്ലടോ. എന്തു ആവാന്നോ? ഇതെന്താ ഡൽഹിയാ ബോംബെയാ? ഭരതനെ സഹിച്ചാവണം അതൊക്കെ ഈ നാട്ടിൽ നടക്കണമെങ്കിൽ. എവിടെ ആരാ അപ്പുറത്ത്? ആരാ അപ്പുറത്ത്? ഇവിടെ വാടാ. സാർ യെസ് സാർ യെസ് സാർ. പോകാം ഭരതൻ സൈ. വേണ്ട സാർ വരണ്ട, ഞാൻ ആരാ വിളിച്ചത്? ഭരതൻ സൈ റൂറൽ SP അശോക് സാർ. എവിടെ? വിലങ്ങനെ അണിയിക്കൂ. സാറെ മാപ്പാക്കണം. ഭരതം പോട്ടെ. ഒറ്റയ്ക്ക് പോരുത്. എന്നെ അറസ്റ്റ് ചെയ്യൂ. എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയൂ. പറയരുത്. ഞാൻ തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യില്ല. ഇല്ല എന്ന് പറഞ്ഞു.